വളരെ സ്പെഷ്യലായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായ് നിറച്ചതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കണ്ണൂരിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കായ് നിറച്ചത്. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ ഫില്ലിംഗ് വേറെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ശർക്കരയും തേങ്ങയും ഉപയോഗിച്ചിട്ട് വളരെ രുചിയേറിയ ഒരു ഫില്ലിംഗ് ആണ്. നിങ്ങളത് എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. അത് വെച്ചിട്ട് കായ് നിറച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വളരെ രുചിയേറിയ കായ് നിറച്ചത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3 ചെറിയ കഷ്ണം ശർക്കര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-125 ഗ്രാമോളം ഉണ്ടാവും മൂന്നും കൂടിയിട്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് വെള്ളവും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് ചൂടായി ശർക്കര മുഴുവനായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ശർക്കര ഇതിവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര മുഴുവനും മെൽറ്റായി. ഇതിലിപ്പോൾ ശർക്കരയുടെ പീസൊന്നും തന്നെ കാണാനേ ഇല്ല. അപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ 1/4 കപ്പ് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശർക്കര ഇങ്ങനെ മുഴുവനും മെൽറ്റായിട്ട് കഴിയുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ടൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ ചിലപ്പോൾ കല്ലും അഴുക്കും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ശർക്കര നന്നായിട്ട് അരിച്ചതിന് ശേഷം വീണ്ടും ആ പാൻ കഴുകിയിട്ട് ഇതിലേക്ക് തന്നെ നമ്മുടെ ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം. നമ്മളത് അരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് മാറ്റിയത്. അപ്പോൾ വീണ്ടും പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കണം. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തേങ്ങ കുറഞ്ഞതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പോളം തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. തേങ്ങയിൽ ഇതുപോലെ വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്തു മാറ്റാം. കാരണം അത് പഴത്തിൻ്റെ ഉള്ളിൽ നിറക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും ഒരുമിച്ച് നന്നായിട്ട് അങ്ങ് വിളയിച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി നന്നായിട്ട് അങ്ങ് വിളയിച്ചെടുക്കുക. കുറച്ച് സമയം അധികം എടുത്താലും കുഴപ്പമില്ല. നല്ലപോലെ വെന്ത് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു പരുവായി കിട്ടണം. അത്രയും സമയം നല്ലപോലെ വിളയിച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഫില്ലിംഗ് നല്ല രുചിയുണ്ടാവുള്ളൂ. പിന്നെ വെള്ളം വറ്റി തുടങ്ങുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല. ഇതുപോലെ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നല്ലോണം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏലക്കായ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റണം. കാരണം ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. ഇത് തന്നെ ഇപ്പോൾ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുകയാണെങ്കിലും തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പഴമാണ് കേട്ടോ. ചെറിയ പഴമാണ്, നേരിയ പഴം. കഴിയുന്നത്രയും നേരിയ പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പഴത്തിൽ നമുക്കിതുപോലെ 3 വരകൾ ഇട്ട് കൊടുക്കാം. വരകളിടുന്ന സമയത്ത് പഴത്തിൻ്റെ 2 സൈഡിലും ഏകദേശം 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോളം ബാക്കി വെച്ചിട്ട് വേണം വരയിട്ട് കൊടുക്കാൻ. മുഴുവനായിട്ട് മുറിഞ്ഞു പോവരുത്. അപ്പോൾ ഈ പഴത്തിന് 3 വരയാണ് ഞാൻ ഇതുപോലെ 3 ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ ആഴത്തിൽ വരയിട്ട് കൊടുക്കുക. 3 വരകളും പരസ്പരം ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല ആഴത്തിൽ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ 3 സൈഡിൽ ഞാൻ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 3 പഴത്തിനും വരകൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 പഴവും വരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോ പഴവും എടുത്തിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ആ വരകളുടെ ഇടയിൽ ഒന്ന് അകത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അകത്തി പിടിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പറ്റുന്നത്രയും ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ പഴം പൊട്ടിപ്പോവാതെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നിറക്കുന്ന സമയത്ത് സൈഡിൽ നിന്നൊന്നും വിട്ടു പോവാതെയും ശ്രദ്ധിക്കുക. എന്നാൽ മാക്സിമം നമുക്ക് പറ്റുന്നത്രയും ഫില്ലിംഗ് നല്ലോണം ഇതിലങ്ങ് നിറച്ച് കൊടുക്കുക. 3 വരകളിലും നമ്മൾ ഇട്ട് കൊടുത്ത 3 വരകൾക്കുള്ളിലും ഇതുപോലെ നല്ലോണം ഫില്ലിംഗ് വെച്ച് നിറച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിൽ നിറയെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 വശത്തുനിന്നും നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 പഴവും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പഴം പൊരിച്ചെടുക്കണം. അപ്പോൾ ഫില്ലിംഗ് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ഒരു 5 പഴത്തിനുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇനി പഴത്തിൻ്റെ തൊലി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തൊലിയുടെ ആവശ്യമില്ല. നേരത്തെ നമ്മൾ ഫില്ലിംഗ് നിറക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് തൊലി അവിടെ വെച്ചത്. ഫില്ലിംഗ് വെച്ചതിന് ശേഷം 3 പഴത്തിൻ്റെയും തൊലി ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് സാധാരണ പഴം നിറക്കുന്ന പോലെ മൈദാമാവ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്ന ഒന്നും തന്നെയില്ല. ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
ചൂടായ പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം ഓയിലും യൂസ് ചെയ്യാം, പക്ഷേ നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി 3 പഴവും ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പഴം മുഴുവനായിട്ട് ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വരണം. ഇതിപ്പോൾ നേരിയ ചെറിയ പഴമായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വലിയ പഴമൊക്കെ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഴം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്ത ഭാഗത്ത് മൈദാമാവ് പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഫില്ലിങ്ങൊക്കെ എണ്ണയിൽ വീണിട്ട് മൊത്തത്തിലങ്ങ് നാശാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മൈദാമാവ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് നല്ല പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും കേട്ടോ, ഒരു 10 മിനിറ്റോളം സമയം എടുക്കും. പക്ഷെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നൊന്നുമില്ല, നമുക്ക് വേറെ ജോലി ചെയ്യാം. ഇടയ്ക്ക് വന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ പഴം ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട്, നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, മണോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഒരു സ്പെഷ്യൽ പഴം നിറച്ചതാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കുകയേ ചെയ്യില്ല. ഈ ഒരു ഫില്ലിംഗ് തന്നെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക, അത്രയും രുചിയാണ്. പിന്നെ നമ്മൾ ആ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കൂടി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്